Hi all, I am going to explain the topic asymptotic notations in data structure. ഇപ്പോൾ ഈ ഒരു ടോപ്പിക്ക് വരുന്നത് കോംപ്ലക്സിറ്റി കാൽക്കുലേഷൻസ് ഓഫ് അൽഗോറിതംസ് എന്നുള്ളൊരു ടോപ്പിക്കിൻ്റെ അണ്ടറിലാണ്. ഒരു അൽഗോറിതം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പെർഫോമൻസ് നമുക്ക് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ഓരോരുത്തരും ഡിഫറെൻറ്റ് ലോജിക്ക് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് അൽഗോറിതംസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും നല്ല അൽഗോറിതം ഏതാണ്, ഏറ്റവും ബെസ്റ്റ് അൽഗോറിതം ഏതാണ്, ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു അൽഗോറിതം ഏതാണ്. ഇപ്പോൾ എക്സാമ്പിൾ, ഒരു അറയിലുള്ള ഒരു ഇലമെൻറ്റ് സെർച്ച് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം രണ്ട് ടൈപ്പ് ഓഫ് സെർച്ചിങ് മെത്തേഡ്സ് ഉണ്ട്, ലീനിയർ സെർച്ച് ആൻഡ് ബൈനറി സെർച്ച്. ലീനിയർ സെർച്ച് മീൻസ് ഓരോ ഇലമെൻറ്റ്സും അറയിലുള്ള ഓരോ ഇലമെൻറ്റ്സിനും എടുത്തെടുത്ത് ചെക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് ലീനിയർ സെർച്ച്. ദെൻ ബൈനറി സെർച്ച് മീൻസ് ഒരു അറേനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ബേസ്ഡ് ഓൺ ദ മിഡ് വാല്യൂ. ദെൻ ഏത് പോർഷനിലാണ് നമ്മുടെ സെർച്ചിങ് ഇലമെൻറ്റ് വരുന്നതെന്ന് നോക്കുന്നു, ആ പോർഷൻ മാത്രമാണ് പിന്നെ സെർച്ചിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ. അതാണ് ലീനിയർ സെർച്ച് ആൻഡ് ബൈനറി സെർച്ചിൻ്റെ ഡിഫറൻസ്. ദെൻ അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അൽഗോരിതം ഏതാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇപ്പോൾ ഒരു അൽഗോരിതം ഇവാലുവേറ്റ് ചെയ്യാൻ 3 കേസസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ബെസ്റ്റ് കേസ്, സെക്കൻഡ് വൺ ഈസ് ആവറേജ് കേസ് ആൻഡ് ദ തേർഡ് വൺ ഈസ് വേഴ്സ്റ്റ് കേസ്. അങ്ങനെ ഈ 3 കേസസും കണ്ടുപിടിച്ചാൽ നമുക്ക് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള അൽഗോരിതം ഏതാണ്, അല്ലെങ്കിൽ നമ്മൾ ആപ്റ്റായിട്ട് ചൂസ് ചെയ്യേണ്ട അൽഗോരിതം ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഫോർ റെപ്രസെൻറ്റിംഗ് ദ ടൈം കോംപ്ലക്സിറ്റി of an algorithm, we use some notations called asymptotic notations. It is an approximate measure of time complexity. Time complexity depends on some factors. That means running time. Running time, it depends on the speed of the compiler, programming language, compiler and translator. നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പൈലറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മെയിനായിട്ടും. ദെൻ ബേസ്ഡ് ഓൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതൊക്കെ റണ്ണിങ് ടൈമിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ ഈ റണ്ണിങ് ടൈം അല്ലെങ്കിൽ ടൈം കോംപ്ലക്സിറ്റി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സം നൊട്ടേഷൻസിനെ കുറിച്ചാണ് പറയാൻ പോണേ. അതിനു മുന്നേ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക, ഒരു അൽഗോരിതത്തിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ 3 കേസസ് ഉണ്ട്, ബെസ്റ്റ് കേസ്, ആവറേജ് കേസ് ആൻഡ് വേഴ്സ്റ്റ് കേസ്. അപ്പോൾ ഇതെങ്ങനെയാണ് ആ ഓരോ കേസസിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. There are 3 main types of asymptotic notations are big O, big omega and theta notation. ഇത് കൂടാണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ 2 നൊട്ടേഷൻസ് കൂടി ഉണ്ട്, സ്മോൾ ഒ അങ്ങനെയുള്ള നൊട്ടേഷൻസ് ആണ്. മെയിൻലി വി ഫോക്കസ് ഓൺ ദീസ് 3 നൊട്ടേഷൻസ്. അപ്പോൾ ഇതിനകത്ത് ബിഗ് ഒ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് വേഴ്സ്റ്റ് കേസിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 3 കേസസ് ഉണ്ടെന്ന് പറഞ്ഞു. Then omega is representing for best case and theta is representing for average case. Here first we start with the big O notation. അപ്പോൾ ഈ 3 നൊട്ടേഷൻസിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നൊട്ടേഷൻസ് എന്ന് പറയുന്നത് ബിഗ് ഒ നൊട്ടേഷൻസ് ആണ്. ബിഗ് ഒ നൊട്ടേഷൻ മീൻസ് ഇറ്റ് ഈസ് എ മെത്തേഡ് ഫോർ എക്സ്പ്രസിങ് ദ അപ്പർ ബൗണ്ട് ഓഫ് ആൻ അൽഗോറിതംസ് റണ്ണിങ് ടൈം. അപ്പർ ബൗണ്ട് മീൻസ് അതിൻ്റെ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വേഴ്സ്റ്റ് കേസ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിഗ് ഒ നൊട്ടേഷൻ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ലോങ്ങസ്റ്റ് എമൗണ്ട് ഓഫ് ടൈം ഫോർ ദ കംപ്ലീഷൻ ഓഫ് ആൻ അൽഗോരിതം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദ വേഴ്സ്റ്റ് കേസ് കോംപ്ലക്സിറ്റി ഓഫ് ആൻ അൽഗോരിതം. അപ്പോൾ ഇത് ഏറ്റവും വേഴ്സ്റ്റ് കേസ് കോംപ്ലക്സിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു നൊട്ടേഷനാണ് ബിഗ് ഒ നൊട്ടേഷൻ. ദെൻ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ബിഗ് ഒയ്ക്ക് ഒരു ഡെഫിനിഷനുണ്ട്. ദെൻ ആ ഡെഫിനിഷൻ ബേസ് ചെയ്തിട്ടൊരു ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നുണ്ട്. ദെൻ എങ്ങനെയാണ് ഈ ബിഗ് ഒ നൊട്ടേഷൻ വർക്ക് ചെയ്യുന്നത് 2-3 എക്സാമ്പിളുമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഡെഫിനിഷൻ മീൻസ് ഇവിടെ നമ്മൾ 2 ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഫങ്ഷൻ ഈസ് എഫ് ഓഫ് എൻ ആൻഡ് ദ സെക്കൻഡ് ഫങ്ഷൻ ഈസ് ജി ഓഫ് എൻ. ദെൻ നമ്മളൊരു കണ്ടീഷൻ പറയുവാണ്, ദ വാല്യൂ ഓഫ് എഫ് ഓഫ് എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ. C means a constant.
the value of f of n is less than or equal to c into g of n, then we can say that f of n equal to capital O of g of n എന്ന് നമുക്ക് പറയാം. അതാണ് നമ്മൾ ഡെഫിനിഷനായിട്ട് എഴുതിയത്. അതായത് എഫ് ഓഫ് എന്നിൻ്റെ വാല്യൂ സി ഇൻറ്റു ജി ഓഫ് എന്നിനേക്കാളും കുറവാണ് എങ്കിൽ നമുക്ക് പറയാം എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് ഈക്വൽ ടു ക്യാപിറ്റൽ ഒ, ദാറ്റ് മീൻസ് ബിഗ് ഒ ഓഫ് ജി ഓഫ് എൻ ആണ്. ഹിയർ വി യൂസ് ടു കോൺസ്റ്റൻസ് സി ആൻഡ് എൻ സീറോ ആർ ദി ടു കോൺസ്റ്റൻസ്. എൻ സീറോ മീൻസ് ഇപ്പം നമ്മൾ ഇതിനകത്തേക്ക് വാല്യൂ ഇട്ട് കൊടുക്കുക. അതായത് ഇപ്പോൾ എഫ് ഓഫ് എൻ എന്നുള്ളൊരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷനകത്ത് എൻ എന്നുള്ളൊരു വേരിയബിളുണ്ട്. ആ എന്നിന് നമ്മൾ വാല്യൂ ഇട്ട് അപ്ലൈ ചെയ്ത് നോക്കുക. ഡിഫറെൻറ്റ് വാല്യൂസ് ഇടും. ഫ്രം 1 to 1 മുതൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ചില ഒരു പർട്ടിക്കുലർ പോയിൻ്റ് എത്തി കഴിയുമ്പോഴാണ് നമുക്ക് ഈ കണ്ടീഷൻ ട്രൂ ആയിട്ട് കിട്ടുന്നത്. കണ്ടീഷൻ ഏതാണ്? എഫ് ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ ട്രൂ ആയി കിട്ടുന്നത് ഫോർ സം പർട്ടിക്കുലർ വാല്യൂ ഓഫ് എൻ. എന്നിന് നമ്മൾ 1 അപ്ലൈ ചെയ്തു, ദെൻ എന്നിന് 2 അപ്ലൈ ചെയ്തു, ദെൻ എന്നിന് 3 അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് ഈ എഫ് ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ എന്നുള്ളൊരു കണ്ടീഷൻ കിട്ടുന്നത്, ട്രൂ ആവുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ എൻ സീറോ ഇസ് ഈക്വൽ ടു 3 എന്ന് നമുക്ക് എഴുതാം. ദാറ്റ് മീൻസ് ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ എത്തിക്കഴിയുമ്പോൾ എൻ സീറോയുടെ വാല്യൂ എന്നിൻ്റെ വാല്യൂ 1 2 അങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് ഒരു പർട്ടിക്കുലർ വാല്യൂ എത്തിക്കഴിയുമ്പോഴാണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. കണ്ടീഷൻ ഇതാണ്, എഫ് ഓഫ് എന്നിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ ആയിരിക്കും. അതാണ് ഈ ഗ്രാഫ് വഴി നമ്മൾ പ്ലോട്ട് ചെയ്തേക്കുന്നത്. ആദ്യം കുറച്ച് നേരത്തേക്ക് ഈ എഫ് ഓഫ് എന്നിൻ്റെ വാല്യൂ വേരി ചെയ്തുകൊണ്ടിരിക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ ഫോർ സം പർട്ടിക്കുലർ വാല്യൂ ഓഫ് എൻ എത്തിക്കഴിയുമ്പോൾ എഫ് ഓഫ് എന്നിൻ്റെ വാല്യൂ പിന്നെ എല്ലാ കേസിലും സി ഇൻറ്റു ജി ഓഫ് എന്നിനേക്കാളും ലെസ് ആയിരിക്കും. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് പറയാം എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഒ ഓഫ് ജി ഓഫ് എൻ ആണ്. അതിനൊരു എക്സാമ്പിൾ വെച്ച് ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം ഈ കണ്ടീഷൻ എങ്ങനെയാണ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന്. Consider two functions f of n is equal to 3n plus 2 and g of n is equal to n. Then ഇവിടെ നമ്മുടെ കണ്ടീഷൻ ഇതാണ് നമുക്ക് ട്രൂ ആവേണ്ടത്. ഇത് ട്രൂ ആയാൽ നമുക്ക് പറയാം എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഒ ഓഫ് എൻ. ഇനി ഇത് ട്രൂ ആണോ നോക്കുക. ട്രൂ ആണോ എന്ന് അറിയുന്നത് എന്നിന് വാല്യൂ ഇട്ട് കൊടുക്കുക, സിക്ക് വാല്യൂ ഇട്ട് കൊടുക്കുക. എന്നിന് നമുക്ക് 1 ഇട്ട് കൊടുക്കാം, സിക്ക് 1 ഇട്ട് കൊടുക്കാം. ദെൻ ചെയ്ത് നോക്കുക. 3n plus 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു എൻ. അതിനകത്തേക്ക് വാല്യൂ അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യത്തെ കേസ് ഫോൾസ് ആണ്. ദെൻ എൻ്റെ വാല്യൂ 1 നിർത്തിയിട്ട് സിയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുക. എന്നിട്ടത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതുമല്ല എങ്കിൽ എന്നിൻ്റെ വാല്യൂ 1 നിർത്തിയിട്ട് സി ഈക്വൽ ടു 3 ചെയ്യുക. ദെൻ വേണമെങ്കിൽ നമുക്ക് എന്നിൻ്റെ വാല്യൂ 2 ആക്കി നോക്കാം, സിയുടെ വാല്യൂ 3 തന്നെ നിന്നുകൊണ്ട്. ഓക്കെ, എന്നിൻ്റെ വാല്യൂ 2 ആക്കി, സിയുടെ വാല്യൂ 3 തന്നെ. അപ്പോൾ 3 ഇൻറ്റു 2 6, 6 പ്ലസ് 2 8 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ഇൻറ്റു 2 ഫോൾസ് ആണ്. ഇതിന് അടുത്ത കേസ് വന്നപ്പോൾ എന്നിൻ്റെ വാല്യൂ 2 ഇട്ടുകൊണ്ട് സി ഈക്വൽ ടു 4 ആക്കാം. അല്ല എന്നിൻ്റെ വാല്യൂ ഓൾറെഡി 2 മാറ്റിയിട്ടില്ല എന്ന് വിചാരിക്കുക, 1 ഇട്ടുകൊണ്ട് തന്നെ 4 ചെയ്യാം. അപ്പോഴും എന്നിൻ്റെ വാല്യൂ 1 ഇട്ട് 4 ചെയ്യുമ്പോൾ ഫോൾസ് ആണ്. ദെൻ എന്നിൻ്റെ വാല്യൂ 1ഉം സിയുടെ വാല്യൂ 5 ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കണ്ടീഷൻ ട്രൂ ആയിട്ട് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ എന്നിൻ്റെ വാല്യൂ 2ഉം സിയുടെ വാല്യൂ 3 ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ആവത്തില്ല. ദെൻ എന്നിൻ്റെ വാല്യൂ 2ഉം സിയുടെ വാല്യൂ 4 ഇട്ട് കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ ട്രൂ ആവും. അപ്പോൾ നമ്മൾ ആ ട്രൂ ആവുന്ന കണ്ടീഷൻ നോക്കുക. ഏത് വാല്യൂലാണ്, അതായത് എന്നിൻ്റെ വാല്യൂ 2 ഇട്ടു, സിയുടെ വാല്യൂ 4 ഇട്ടപ്പോൾ കണ്ടീഷൻ ട്രൂ ആയി. അല്ലെങ്കിൽ എന്നിൻ്റെ വാല്യൂ 1 ഇട്ടു, സിയുടെ വാല്യൂ 5 ഇട്ടു, അത് മുതൽ കണ്ടീഷൻ ട്രൂ ആയി. അങ്ങനെയാണെങ്കിൽ കണ്ടീഷൻ ട്രൂ ആയാൽ എഫ് ഓഫ് എന്നിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ ആയാൽ വി ക്യാൻ സേ ദാറ്റ് എഫ് ഓഫ് എൻ ഈക്വൽ ടു ക്യാപിറ്റൽ ഒ ഓഫ് ജി ഓഫ് എൻ. അതായത് 3n plus 2 ഈക്വൽ ടു ഒ ഓഫ് എൻ എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണ് നമ്മളൊരു ഫംഗ്ഷൻ്റെ കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുക ഫോർ ഓൾ n is equal to 2 or n is greater than or equal to 2 and c is greater than or equal to 4. അല്ലെങ്കിൽ പറയാം 3n plus 2 equal to capital O of n
for all n is equal to 1 greater than or equal to 1 and c greater than or equal to 5. അപ്പോൾ ഇതാണ് ബിഗ് കോഡ് ഡെഫിനിഷൻ. ഇനി നമുക്ക് മെയിനായിട്ടും പ്രോബ്ലംസാണ് ചോദിക്കുന്നത്. അത് ഈസി ആയിട്ട് നമുക്ക് പല മെത്തേഡിൽ നമുക്കിത് അപ്ലൈ ചെയ്യാം. ഇപ്പം ഞാൻ കാണിച്ചു തന്ന പോലെ എന്നിനും സിക്കും വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓരോ വാല്യൂസും ഇടുന്നതിന് പകരം എളുപ്പവഴിയിൽ നമുക്ക് എങ്ങനെയാണ് അതിനകത്ത് സിക്ക് വാല്യൂ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അതാണ് അടുത്ത എക്സാമ്പിളിൽ പറയാൻ പോകുന്നത്. വൺ എക്സാമ്പിൾ ഈസ് ഷോ ദാറ്റ് എഫ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു 3n + 2 ഈക്വൽ ടു ക്യാപിറ്റൽ ഓഫ് എൻ, അല്ലെങ്കിൽ പ്രൂവ് ദാറ്റ്. ഇങ്ങനെയാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്ത് സിയുടെയും n0 അല്ലെങ്കിൽ എന്നിൻ്റെ വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യുക, കണ്ടുപിടിക്കുക. then അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ട്. നമ്മുടെ എഫ് ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ എന്നാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സിയുടെ വാല്യൂ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാം. എഫ് ഓഫ് എൻ ഈക്വൽ ടു 3n + 2 ജി ഓഫ് എൻ ഈക്വൽ ടു n. അത് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് കിട്ടും. എഫ് ഓഫ് എൻ എന്ന് പറയുന്ന 3n + 2 ഓ കഴിഞ്ഞിട്ട് വരുന്ന എന്താണോ അതാണ് ജി ഓഫ് എൻ. അതിവിടെ എഴുതി. ഇത് നമ്മുടെ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. എഫ് ഓഫ് എൻ ഡിവൈഡഡ് ബൈ ജി ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. ദെൻ എഫ് ഓഫ് എൻ 3n + 2 ബൈ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. എന്നിന് 1 അപ്ലൈ ചെയ്യുക. 1 അപ്ലൈ ചെയ്യുമ്പോൾ 3 × 1 + 2 ഡിവൈഡഡ് ബൈ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി മീൻസ് സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 എന്നാണ്. അപ്പോൾ സിയുടെ വാല്യൂ എന്നിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ സിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്നിൻ്റെ വാല്യൂ 2 അപ്ലൈ ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ സിയുടെ വാല്യൂ 4 നിൽക്കും. ഓക്കെ. ദെൻ വേറൊരു എളുപ്പ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 3n + 2 എന്നാണ് നമ്മുടെ എഫ് ഓഫ് എൻ. ദെൻ ആ എഫ് ഓഫ് എന്നിൻ്റെ കോഎഫിഷ്യൻസ് നമ്മൾ ആഡ് ചെയ്ത് നോക്കുക. 3 + 2 5. അപ്പോൾ സിയുടെ വാല്യൂ 5 എന്ന് എഴുതാം. ഓക്കെ. ദെൻ നമ്മൾ എഴുതി വയ്ക്കുക. വി ക്യാൻ പ്രൂവ് ദാറ്റ് എഫ് ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ എന്ന് കണ്ടുപിടിച്ചു. എവിടെയാണത് കണ്ടുപിടിച്ചത്? നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത് സിയുടെ വാല്യൂ 5ഉം എന്നിൻ്റെ വാല്യൂ 1ഉമാണ്. അല്ലെങ്കിൽ എഴുതുക സി ഈക്വൽ ടു 4ഉം n ഈസ് ഈക്വൽ ടു 2ലുമാണ്. അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ വാല്യൂസിലുമാണ് നമ്മൾ ഈ കണ്ടീഷൻ ട്രൂ ആവുന്നത് കണ്ടുപിടിച്ചത്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അടുത്തൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എഫ് ഓഫ് എൻ ഈക്വൽ ടു n² + 2n + 1 ഈക്വൽ ടു O ഓഫ് n². അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാം എന്നാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ സെയിം മെത്തേഡ് തന്നെ അപ്ലൈ ചെയ്ത് നോക്കുക. അപ്ലൈ ചെയ്യുമ്പോൾ എന്നിന് 1 ഇട്ട് കൊടുത്ത് നോക്കുക. 1 ഇട്ട് കഴിയുമ്പോൾ സിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് കിട്ടി. ഓക്കെ. അപ്പോൾ നമുക്ക് പറയാം. സോ വി ക്യാൻ പ്രൂവ് ദാറ്റ് എഫ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ n² + 2n + 1 ഈക്വൽ ടു ക്യാപിറ്റൽ O ഓഫ് n². O ഓഫ് n² എന്നാണ് കേട്ടോ ഇത്. O ഓഫ് n². ഫോർ ഓൾ സി ഒരു സെൻറ്റൻസ് കൂടെ ഇവിടെ എഴുതണം. ഫോർ ഓൾ സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ആൻഡ് n ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഇത് നമുക്ക് പല രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഞാനതൊരു മെത്തേഡ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് അടുത്ത പ്രോബ്ലം n² + n ഈസ് ഈക്വൽ ടു O ഓഫ് n³ സെയിം രീതിയിൽ തന്നെ നമുക്കിത് പെർഫോം ചെയ്യാം. അങ്ങനെ വന്നു കഴിയുമ്പോൾ സിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2ഉം n ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. n ഈക്വൽ ടു അല്ല, ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 1. ഇതാണ് പ്രോബ്ലം. n² + n ഈക്വൽ ടു O ഓഫ് n³ എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇത് കൺഫ്യൂസിങ് ആണ്. കാരണം നമ്മൾ പറയുമ്പോൾ ഇവിടെ എന്താണോ വരുന്നത്, ഇപ്പോൾ ഈ n² + n ഈക്വൽ ടു സാധാരണ കേസിൽ O ഓഫ് n² എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ഹയർ ആയിട്ടുള്ള എല്ലാ ഡിഗ്രീസും നമുക്ക് പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് കോമൺ ആയിട്ടും ലെഫ്റ്റ് സൈഡിൽ ഹയർ ആയിട്ടുള്ള ഡിഗ്രി ഉള്ള ഏതാണോ അതായിരിക്കും ഈ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ കോംപ്ലക്സിറ്റി ആയിട്ട് എഴുതാറ്. അതൊരു വേറൊരു മെത്തേഡാണ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ നമുക്കിവിടെ n³ എന്നാണ് കൊടുത്തേക്കുന്നത്. അത് ഹയർ ഡിഗ്രി എത്ര വന്നാലും നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും? പ്രൂവ് ചെയ്യാൻ പറ്റും. ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്താൽ മതി. നെക്സ്റ്റ് അനദർ വൺ ഈസ് ബിഗ് ഒമേഗ നൊട്ടേഷൻ.
സെയിം കൺസെപ്റ്റ് തന്നെ, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടീഷൻ ഇതാണ്, എഫ് ഓഫ് എന്നിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ. നേരെ ഓപ്പോസിറ്റ് കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എഫ് ഓഫ് എൻ ഈക്വൽ ടു ഒമേഗ ഓഫ് ജി ഓഫ് എൻ എന്ന് പറയാം. ബാക്കിയെല്ലാം സെയിം തന്നെ. രണ്ട് കോൺസ്റ്റൻസ് ഉണ്ട്, സി ആൻഡ് N0. ഇവിടെ നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം. ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ എഫ് ഓഫ് എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കണം? ഗ്രേറ്റർ ആയിരിക്കണം സി ഇൻറ്റു ജി ഓഫ് എന്നിനെക്കാളും. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, സി ഇൻറ്റു ജി ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എൻ. പ്രോബ്ലം ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യുക. സി ഇൻറ്റു ജി ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എൻ. ഇപ്പോൾ പറഞ്ഞ സെയിം കണ്ടീഷൻ തിരിച്ചെഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അതിൻ്റെ ഒരു പ്രോബ്ലം ഇവിടെ നോക്കാം. ദെൻ നമ്മൾ ഒമേഗയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷനാണ് എൻ ക്യൂബ് പ്ലസ് 4n² ഈക്വൽ ടു ഒമേഗ ഓഫ് n². നമ്മൾ എഫ് ഓഫ് എൻ എഴുതുക, ജി ഓഫ് എൻ എന്താണെന്ന് എഴുതുക. കണ്ടീഷൻ ഇതാണ്, എഫ് ഓഫ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ. ഫോർ ഈസി ഫോർ കാൽക്കുലേഷൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, സി ഇൻറ്റു ജി ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എൻ. സോ സി n² ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ക്യൂബ് പ്ലസ് 4n². സിക്ക് 1 അപ്ലൈ ചെയ്യുക, എന്നിന് 1 അപ്ലൈ ചെയ്യുക. 1n² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ക്യൂബ് പ്ലസ് 4 ഇൻറ്റു 1². അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് എൻ ക്യൂബ് പ്ലസ് 4n² ഈക്വൽ ടു ഒമേഗ ഓഫ് n² for all c is equal to 1, c is greater than or equal to 1 and n is greater than or equal to 1. ഇതാണ് ബിഗ് ഒമേഗ. ദ ലാസ്റ്റ് വൺ ഈസ് ബിഗ് തീറ്റ നൊട്ടേഷൻ. ബിഗ് തീറ്റ നൊട്ടേഷൻ്റെ ഡെഫിനിഷൻ ഇതാണ്. ഇവിടെ നമ്മൾ ഈ 3 കോൺസ്റ്റൻസ് യൂസ് ചെയ്യുന്നുണ്ട്, C1, C2 ആൻഡ് N0. അല്ല, C1 ഇൻറ്റു ജി ഓഫ് എൻ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും. അതിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എൻ ആയിരിക്കണം. ദെൻ എഫ് ഓഫ് എന്നിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു C2 ഇൻറ്റു ജി ഓഫ് എൻ ആയിരിക്കണം. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമുക്ക് പറയാം, വി ക്യാൻ സേ ദാറ്റ് എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു തീറ്റ ഓഫ് ജി ഓഫ് എൻ. 2 ഫങ്ഷൻസ് ഉണ്ട്, എഫ് ഓഫ് എൻ ആൻഡ് ജി ഓഫ് എൻ, and there is 2 constants C1 and C2. C1 into G of n ൻ്റെ വാല്യൂ ലെസ് ദാൻ ആയിരിക്കണം എഫ് ഓഫ് എന്നിനെക്കാളും. ദെൻ എഫ് ഓഫ് എന്നിൻ്റെ വാല്യൂ ലെസ് ദാൻ ആയിരിക്കണം C2 ഇൻറ്റു ജി ഓഫ് എന്നിനെക്കാളും. അങ്ങനെ വരുവാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എഫ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു തീറ്റ ഓഫ് ജി ഓഫ് എൻ. ദെൻ ഇതിൻ്റെ ഗ്രാഫിലേക്ക് വരുമ്പോൾ ഇവിടെ 3 നോട്ട്സ് ഇത് കാണിച്ചിട്ടുണ്ട്, 3 ഡയഗ്രം കാണിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ലൈൻ ഡ്രോ ചെയ്തേക്കുന്നത് C2 ഇൻറ്റു ജി ഓഫ് എൻ, അതിൻ്റെ വാല്യൂ ആണ് ഏറ്റവും വലുത്. ദെൻ നടുക്കിരിക്കുന്ന എഫ് ഓഫ് എൻ ആണ്. ലാസ്റ്റ് വരുന്നത് സി ഇൻറ്റു ജി ഓഫ് എൻ ആണ്. ഫോർ സം പർട്ടിക്കുലർ വാല്യൂ ഓഫ് N0 ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ബിഗ് തീറ്റ നൊട്ടേഷൻ. ദീസ് ആർ ഓൾ അബൌട്ട് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ്, ദ ബേസിക് കൺസെപ്റ്റ് ഓഫ് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.